നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ താരം സലീം കുമാറിനെ ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു രംഗം ആ ബിരിയാണിക്ക് വേണ്ടി ഓടുന്ന ഒരു സംഗതിയാണ്. അദ്ദേഹം തന്നെ ആളുകളെ പറഞ്ഞ് പറ്റിക്കാൻ ബിരിയാണി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആളുകൾ കൂട്ടമായിട്ട് ഓടുമ്പോൾ അതിൻ്റെ കൂടെ ഇദ്ദേഹം ഓടുകയാണ്. അപ്പോൾ ആരോ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് എന്താ വെച്ചാൽ വൈജനെ പറഞ്ഞ് പറ്റിച്ചാണല്ലോ വൈജനെ ഓടുന്നു ചോദിച്ചപ്പോൾ അല്ല അഥവാ ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിലോ എന്നാണ്. ഇത് സിനിമാക്കാരന് ഒരു തമാശക്ക് വേണ്ടി ചെയ്ത ഒരു സംഗതി ആണെങ്കിൽ പോലും ഇതിനകത്ത് വലിയൊരു സംഗതി ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ സൗജന്യം കിട്ടുക, വെറുതെ കിട്ടുന്ന ഒരു സാധനത്തിന്റെ പിന്നാലെ ഓടുന്ന മനുഷ്യന്റെ ഒരു മനസ്സ്. വെറുതെ കിട്ടിയാൽ സിമന്റ് ചാക്കും തിന്നും എന്നൊരു പ്രയോഗമുണ്ട്. ഈ നോമ്പ് കാലമൊക്കെ ആയി കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സൗജന്യം കൊടുക്കുന്നിടത്ത് ഉള്ളവരായിരിക്കും സ്നേഹത്തോടു കൂടി കൊടുക്കുകയാണ്. പക്ഷെ ആ കൊടുക്കുന്ന സംഗതി വാങ്ങുന്ന ആൾക്ക് അതിന് ശരിക്കും അർഹനാണോ? അയാൾ മനസ്സറിഞ്ഞ് കൊടുക്കുക തന്നെയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഞാൻ അതിന് അർഹനാണോ, അതല്ല എന്നെക്കാൾ അർഹതയുള്ള ആൾ അപ്പുറം ഇപ്പുറമുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം മനുഷ്യന്മാർ പരസ്പരം സ്നേഹസമ്മാനങ്ങൾ കൈമാറാറുണ്ട്. അത് ചില പ്രത്യേക സമയത്ത് ചില ഇവൻറ്റുകൾ, ഒരു എന്തെങ്കിലും ഇപ്പം ജന്മദിനം അല്ലെങ്കിൽ പിന്നെ വിവാഹദിനം അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടുകൂടൽ, കല്യാണങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ചില സമയങ്ങളിൽ ഒരു സ്നേഹത്തോടു കൂടി പരസ്പരം സമ്മാനങ്ങൾ കൈമാറുന്ന അത് വേറൊരു സംഭവമാണ്. അത് സ്നേഹത്തോടെ സ്വീകരിക്കാനും വേണ്ടത്. ഒരിക്കലും അത് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് തടയരുത്, നിഷേധിക്കരുത്. അത് ആളുകളുടെ ഒരു സ്നേഹപ്രകടനമാണ്. അല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം ഇത് ഇങ്ങനെ ഒരു സംഗതിയെക്കുറിച്ച് ഓർക്കാണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലിപ്പോൾ ഒരു പുതിയ ചർച്ച നടക്കുകയാണല്ലോ. അടുത്ത ദിവസം മുതൽ KSRTC ബസ്സിൽ, KSRTCയുടെ ഓർഡിനറി ബസ്സിലും ടൗൺ ബസ്സിലും സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാകുവാണ്. അപ്പോൾ ഈ സൗജന്യ യാത്ര അത് ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു സൗജന്യമാണ്, ആനുകൂല്യമാണ്. അതിന് സ്ത്രീകളാണെങ്കിൽ അർഹരാണ്, ഒരു സംശയ കാര്യത്തിലില്ല. അവർക്ക് ആ സൗജന്യം ഉപയോഗപ്പെടുത്താവുന്നതാണ്. പക്ഷേ ഒരു ചെറിയ ഉദാഹരണം, ഒരു 50,000 രൂപ അല്ലെങ്കിൽ ഒരു 75,000 ഒരു ലക്ഷം ഒക്കെ ശമ്പളം വാങ്ങുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥ, അവർ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ജോലി സ്ഥലത്തേക്ക് പോകുമ്പം ആകപ്പാടെ ചിലവായിക്കാൻ ഒരു ബസ്സിൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടോ കൂടെ പോയാലും ഒരു 50 റുപ്യ 60 റുപ്യക്ക് ആവുള്ളൂ. 30-35 റുപ്യ അങ്ങോട്ടാവുന്നുണ്ട്, അതുപോലെ ഇങ്ങോട്ടും ആവും. ഒരു 60 റുപ്യ 65 റുപ്യാണ് ആകപ്പാടെ ഒരു ദിവസം ചിലവാകുന്നത്. ഈ ആനുകൂല്യം, 1 ലക്ഷം ഒക്കെ ശമ്പളം വാങ്ങുന്ന ആളുകൾ ആ ആനുകൂല്യം പറ്റണോ, അതല്ല എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുന്നതാണോ നല്ലത് എന്നതാണ് ചിന്തിക്കേണ്ടത്. അപ്പോഴും പറയും സർക്കാർ തരുന്നതല്ലേ, സർക്കാരിന് ആനുകൂല്യം പറ്റിക്കൂടെ, വാങ്ങിക്കോളി, വാങ്ങണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ അത് തൽക്കാലം അങ്ങോട്ട് വേണ്ടാന്ന് വെച്ചാൽ നമുക്ക് പറ്റി നഷ്ടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു 30 റുപ്യ 50 റുപ്യ 100 റുപ്യൊക്കെയാണ് ഒരു ദിവസം നമ്മൾ പോകുന്നത്. പക്ഷേ കേരളത്തിലുള്ള കോടാനുകോടി മനുഷ്യന്മാർ ഇങ്ങനെ ചിന്തിച്ചാൽ അതൊരു വലിയ സംഖ്യയായിട്ട് മാറും. ഇപ്പം സർക്കാർ ഇത് പ്രഖ്യാപിക്കാൻ തന്നെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചു, ധനകാര്യമന്ത്രി സൂചിപ്പിച്ചു. കോടികൾ പിന്നെ ബാധ്യത വരികയാണ് ഓരോ മാസത്തിലും, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ തന്നെ നല്ല ഒരു എമൗണ്ട് ഇങ്ങനെ ബാധ്യത വരുമെന്നതിന് കണക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നാടിൻ്റെ നന്മ ആഗ്രഹിച്ചിട്ടാണല്ലോ സർക്കാർ ഇങ്ങനെ ഒരു സംഗതി പ്രഖ്യാപിക്കുന്നത്. ആ നന്മ സർക്കാർ ആഗ്രഹിക്കുമ്പോൾ ഇങ്ങനെ റിസ്ക് എടുത്ത് പ്രയാസപ്പെട്ട് അങ്ങനെ ഒരു സംഗതി നടപ്പിലാക്കുമ്പോൾ എൻ്റെതായ ഒരു കോൺട്രിബ്യൂഷനും അക്കാര്യത്തിൽ ഉണ്ടായിക്കോട്ടെ. അതുകൊണ്ട് വളരെ തുച്ഛമായ ഈ ഒരു പണം, ഞാൻ ഈ ഒരു ആനുകൂല്യം ഞാൻ സ്വീകരിക്കുന്നില്ല, ഞാനതങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണ് എന്ന് കരുതാൻ ഒരാൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, അതിനിപ്പം സ്ത്രീകളെ ഈ ഒരു വിഷയം മാത്രമല്ല കേട്ടോ, വേറെ പലതരത്തിലുള്ള ആനുകൂല്യങ്ങളും ഒക്കെ തന്നെ, അതൊക്കെ സർക്കാരിൻ്റെ ആനുകൂല്യമായാലും ഇനി ആളുകളിൽ നിന്ന് വാങ്ങുന്ന ആനുകൂല്യമായാലും ഒക്കെ തന്നെ അർഹതപ്പെട്ടതാണ് 100% ഉറപ്പുണ്ടെങ്കിൽ പോലും ആ ഒരു സംഗതിക്ക് എന്നെക്കാളും അർഹരായ മറ്റൊരാൾ അത് ഒരു തലത്തിലല്ല വേറൊരു തലത്തിൽ കൂടെ അത് വന്നു കഴിഞ്ഞാൽ അയാൾക്കത് ഗുണം കിട്ടുമോ, അങ്ങനെ അതിന് വിട്ടുകൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണോ എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് പറഞ്ഞത്. ഇനി സർക്കാർ ആനുകൂല്യം പറ്റണ്ട എന്ന് പറഞ്ഞു എന്നൊന്നും പറയല്ലേ. ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിക്കോളി, അതൊക്കെ സർക്കാർ തരുന്നതാണ്, നമ്മുടെ അവകാശങ്ങൾ തന്നെയാണ്. എങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ഒരു വിശാലമായ ഒരു ചിന്ത, നാട്ടുകാരോടുള്ള ഒരു വിശാലമായ ചിന്ത ഉണ്ടാകുന്നത് നല്ലതായിരിക്കും എന്ന് ഒന്ന് സൂചിപ്പിച്ചു മാത്രമേ ഉള്ളൂ.